22, 23, 24, 25 ഈ ദിവസങ്ങൾ 4 ദിവസം കൊണ്ട് മലയാളി കുടിച്ചു തീർത്തത് 791 കോടി രൂപയുടെ മദ്യമാണ്. ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടത്തിയത് 25-ാം തീയതിയാണ്. അത് ക്രിസ്മസ് ദിനത്തിലാണ്. അന്നത്തെ വിൽപ്പന 332 കോടിയാണ്, 62 ലക്ഷം, ഏകദേശം 333 കോടിയോളം വരും. കഴിഞ്ഞ വർഷം അത് 279 കോടിയാണ്, ഏകദേശം 53 കോടിയുടെ കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായ വരുമാനമുണ്ടായി. ശരാശരി ഒരു വർഷം 70 കോടി രൂപയുടെ മദ്യ എണ്ണം, അതായത് മദ്യക്കുപ്പികളുടെ എണ്ണമാണ് വിറ്റിരിക്കുന്നത്. ഇപ്രാവശ്യം അതിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓരോ ദിവസത്തെ കണക്ക് 22-ാം തീയതി ആണെങ്കിൽ 22-ാം തീയതി അന്ന് വിറ്റത് കഴിഞ്ഞ വർഷം 52 കോടിയാണെങ്കിൽ ഇത്തവണ 22-ാം തീയതി വിറ്റത് 77 കോടിയാണ്. 23-ാം തീയതി കഴിഞ്ഞ വർഷം 126 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചതെങ്കിൽ ഇത്തവണ അത് 158 കോടിയാണ്. ക്രിസ്മസ് തലേന്ന് 24-ാം തീയതി കഴിഞ്ഞ വർഷം വിറ്റഴിച്ചത് 224 കോടിയാണെങ്കിൽ ഇത്തവണ അത് 273 കോടിയാണ്. ഏകദേശം ഈ ദിവസങ്ങളിൽ 22, 23, 24, 25 ഈ 4 ദിവസങ്ങളിൽ മാത്രമായി കേരളത്തിലെ സംസ്ഥാനത്തെ ബീവറേജ് ഔട്ട്ലെറ്റുകളിലൂടെ മാത്രം വിൽപ്പന നടത്തിയത് ഏകദേശം 791 കോടി രൂപയുടെ മദ്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ റെക്കോർഡാണ്. കഴിഞ്ഞ ഓണക്കാലത്തും റെക്കോർഡായിരുന്നു. 921 കോടി രൂപയുടെ സർവ്വകാല റെക്കോർഡായിരുന്നു കഴിഞ്ഞ തവണ ഓണക്കാലത്തുണ്ടായിരുന്നത്. ഇത്തവണ ക്രിസ്മസിനും അത് സർവ്വകാല റെക്കോർഡിലേക്ക് എത്തുന്നു. അങ്ങനെ 800 കോടിക്കടുത്ത് ആദ്യമായാണ് ഒരു ക്രിസ്മസ് കാലത്ത് മലയാളി ഈ രീതിയിൽ മദ്യം കുടിച്ചു തീർക്കുന്നത്. ശരാശരി 70 കോടി മദ്യക്കുപ്പികൾ വിൽക്കുന്നു എന്ന കണക്കുകൾ ഒക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അത്തരം കണക്കുകൾ, കുപ്പികളുടെ കണക്കും കൂടി പുറത്തു വരാനുണ്ട് എന്നിരിക്കെയാണ് ഈ ക്രിസ്മസ് കാലത്ത് ഇത്രയും അധികം കോടി രൂപയുടെ മദ്യം, കഴിഞ്ഞ വർഷത്തേക്കാൾ 53 കോടി രൂപയുടെ മദ്യം ഇത്തവണ കച്ചവടമുണ്ടായി, പൊടിപൊടിച്ചു എന്ന കണക്കുകൾ വരുന്നത്. സർവകാല റെക്കോർഡ് എന്നാണ് ഇപ്പോൾ ബെവ്കോയുടെ MD ഹർഷിത അട്ടല്ലൂരി വ്യക്തമാക്കുന്നത്. റീജിത്ത്, ശരി. ക്രിസ്മസ് ദിനത്തിൽ കൃത്യമായി പറഞ്ഞാൽ 4 ദിവസം കൊണ്ട് 800 കോടിയുടെ മദ്യമാണ്, ഏതാണ്ട് 800 കോടിക്കടുത്ത് രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചു തീർത്തിരിക്കുന്നത്. ക്രിസ്മസ് ദിവസം വിറ്റത് 333 കോടി രൂപയുടെ മദ്യമാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 53 കോടി രൂപയിലധികം വിൽപ്പന ക്രിസ്മസ് ദിനത്തിൽ നടന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.